അപ്പോൾ ഇന്ന് വഴുതനങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞതും ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ സ്വാദിഷ്ടമായ വഴുതനങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.